റൊണാൾഡോങ്കിളെ നിനക്കിപ്പോ കൊണ്ടുവരും ദോശ. എന്താ കുഴപ്പമില്ല, ഇതെന്റെ എന്തിനാ അപ്പൊ അതെനിക്കാ ഇവനെ കൊണ്ട് സ്പെഷ്യൽ ദോശയാണ്. കൊള്ളാം കേട്ടോ. സാമ്പാറും കൊള്ളാം. സാമ്പാർ ഞാനും ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് വേവ് ആയപ്പോ ഞാനാ കുക്കറിൽ നിന്ന് വാങ്ങിയത്. ഇല്ലായിരുന്നു അത് കരിഞ്ഞ്. അത് മാത്രല്ലേ ഇതുള്ളൂ. എനിക്ക് മുട്ട വേണം. മുട്ടേ? ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ, കഴിക്കാനൊന്നല്ല. ചേച്ചിക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. ചേച്ചിക്ക് വേണ്ടെങ്കിലും മോന് വേണ്ടെങ്കിലും രണ്ടുപേർക്കും മുട്ടയില്ല. മുട്ടയില്ലാതെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ മജീഷ് മുതുകാടൊന്നുമല്ല. അയ്യോ, മുട്ട ഉണ്ട് അവിടെ 2 ഇരിപ്പുണ്ട്. ഏത് അടുക്കളയില്? ഇല്ല, 2 ഇല്ല. ഉണ്ടെന്ന്. ആ 2 മുട്ട എനിക്ക് വേണം, അതൊന്നും കയറാൻ പറ്റത്തില്ല. ഓ അങ്ങനെ. റൊണാൾഡോമിന് ഒരെണ്ണം പോരെ, ഒരെണ്ണം എനിക്കോ? കുഞ്ഞാപ്പി, ഈ സമയമാകുമ്പം 4 കരിങ്കോഴിയുടെ പുഴുങ്ങിയ മുട്ട 1 ഗ്ലാസ് വെള്ളപ്പാലും കുടിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ വന്ന് ആ മുറയെല്ലാം തെറ്റി. ഇതാ പോഷകാഹാരത്തിന്റെ കുറവുണ്ട്, പലരും പറഞ്ഞു തുടങ്ങി. അതെനിക്ക് വേണം. ദോശ സാമ്പാർ കഴിച്ചാൽ മതി. മുട്ട ഇല്ല, എനിക്ക് വേണ്ട. കഴിക്കണ്ട. അല്ലേ റൊണാൾഡോങ്കിൽ അപ്പുറത്ത് മുട്ട ആണ്, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. അപ്പുറത്തിരിക്കുന്ന മുട്ടയാണ് ഞാൻ താഴോട്ട് കൊണ്ട് വെച്ചേക്കുന്നത്. ഇവിടെ മുട്ട ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ മുട്ട ഉണ്ടായിരുന്നു. മുട്ട ഇല്ലായിരുന്നു. ഉറപ്പാ? ആ, ഈ 2 മുട്ട ഞാൻ ആർക്കും തരത്തില്ല. എന്നാ കടയിൽ പോയി മേടിച്ചാലോ? പിന്നെ ഇപ്പൊ കട പാമ്പുമല്ലേ, ഉള്ള സാമ്പാർ മുക്കി കഴി. ഞാൻ പോവാ. ആരും പോകണ്ട, അങ്ങനെ വാശി പിടിച്ചാൽ കൊള്ളത്തില്ലല്ലോ. ഇത് ഞാൻ ഡാഡിയുടെ പറഞ്ഞു കൊടുക്കും. ആ, ഇപ്പൊ തന്നെ വിളിച്ചു പറ. ഡാഡി എറണാകുളത്ത് 2 വലിയ മുട്ട ഇട്ടുകൊണ്ട് വന്നിട്ട് എന്നിട്ട് മക്കൾ കഴിച്ചാൽ മതി കേട്ടാ. അടി ഉണ്ടാക്കാതെ കുഞ്ഞു പിള്ളേരെ പോലെ. കുഞ്ഞു പിള്ളേർ തന്ന കൊച്ചുങ്ങൾ ഇങ്ങനെയുള്ള വാശികൾ വെച്ച് പുലർത്തുന്നത് ശരിയല്ല മുത്തേ. നമ്മൾ ചെറുതിലെ നുള്ളേണ്ട കാര്യങ്ങൾ ചെറുതിലെ നുള്ളണം. ഇതിലിപ്പോ ആരാണ് കൊച്ച്? ഞാൻ. നാളെ എൻ്റെ 28 കേട്ട് എനിക്ക് വേണം മുട്ട. അങ്ങനെ വാശി പിടിക്കാൻ കൊള്ളത്തില്ല. ഒരെണ്ണം പോയിട്ട് ഒരെണ്ണം കൊടുക്കത്തില്ല. 2 ഓംലെറ്റ് ഉള്ളി അരിഞ്ഞിട്ട് ഉപ്പ് സമാസമം ചേർത്താ ഞാൻ കഴിക്കുന്നത്. ഞാൻ പോയി മേടിക്കാം. അവിടെ നിർത്താൻ മുട്ട. ഈ മുട്ട എവിടെ നിർത്തും? എന്തിനെടുത്തു? ഇത് എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നു. നിന്നെടുത്തു ആര് പറഞ്ഞു മുട്ട എടുക്കാൻ? എനിക്ക് വേണം. അറാ മുട്ട ഇവിടെ. ഇല്ല. അറാ. ഇല്ല. എല്ലാരും ഓംലെറ്റ് അടിച്ച് മുട്ട കഴിച്ചല്ലോ. എന്തൊരു പണിയാണ് കാണിച്ചത്? 2 കൂടെ ഒന്ന് ക്ലീൻ ചെയ്തോ. എനിക്ക് മുട്ട വേണം. എന്താ മുട്ട വേണമെന്ന്? പിള്ളേര് നീ അകത്ത് മൂത്തവർക്ക് വേണ്ടി എടുത്തു വെച്ച സാധനം ഇവിടെ കൊണ്ടുവെക്കാൻ നിന്റെ താഴെ പറഞ്ഞു. എനിക്ക് മുട്ട വേണം. പിന്നല്ലാതെ ഞാൻ ഇനി എന്തോ കഴിക്കും? ആകെ ഒരു ഇച്ചിരി മാവുള്ള നിനക്ക് ദോശ ഇട്ട് തന്നില്ലേ? എന്റെ കുഞ്ഞു വയറ് വിശപ്പ് ഞാൻ ആരോട് പരാതി പറയും? കൊതിച്ചാ തിന്നടാ. അതിനകത്തോട്ട് ഉപ്പിട്ട് കോരി കുടിയടാ. ചെല്ലടാ. ഗംഗാരമാനം വിളിക്കാം. അച്ഛന്റെ കാലം പോലെ ഇവിടുത്തെ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് മാമനായിരുന്നു. മാമൻ ഇപ്പൊ പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വയ്യാതായപ്പോ കുറച്ചാൾ പോയില്ല. ഇനിയിപ്പോ എന്താണെന്ന് അറിഞ്ഞു. പക്ഷെ ആ മാമനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല കേട്ടാ. അത് വേണമെങ്കിൽ വേറെ ആളെങ്കിലും നോക്കും. മുട്ടയുമായി വന്നപ്പോൾ കോട്ടയത്ത് തട്ടുകടയിൽ 8 മുട്ട പൊട്ടിയുടെ തല മണ്ട പൊട്ടി. അമ്മ മുട്ട രാവിലെ മുട്ട ഉപ്പളമായിരുന്നു. എന്നിട്ട് വെടിയാൻ പോയതോ? ഓ, പകരം പൊട്ടിയ മുട്ട മേടിച്ചോ? ഓ, ചെറുക്കൻ ഒരേ ചെറുക്കനെ പറഞ്ഞ് വാങ്ങിക്കും. ചെറുക്കന്റെ ഒന്നും വയറ്റിലോട്ട് പോകില്ല, ഈ ചെറുക്കന്റെ വയറ്റിലോട്ട്. ഈ ചെറുക്കന്റെ വയറ്റിലും ആ ചെറുക്കന്റെ വയറ്റിലും കൃത്യമായിട്ട് പോകും. ആ ചെറുക്കൻ മുട്ടെടുത്ത് തലക്കൂടെ എറിയാതെ നോക്കിക്കോളണം. ആന്നേ, എന്തൊരു വാശി. അയ്യോ, എന്താ പരിപാടി നിനക്ക്? ഇന്ന് കെയർ ടേക്കറിങ്. കുട്ടികളുടെ ശുചീകരണം, ഭക്ഷണം, അവരുടെ ശയനം. ഇടയ്ക്കൊക്കെ ചെറിയ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പൊ ഇന്ന് ഫുൾ ഫ്രീ ആണ്? ഫ്രീ ഏകദേശം ഇവിടെ ഉണ്ട്. ആ, വീട്ടിലുണ്ട്. എങ്ങും പോണ്ട. അപ്പൊ കുറച്ച് താഴോട്ട് വന്നാൽ മതി. താഴെ വീട്ടിക്കുന്ന കാര്യം പറഞ്ഞു. താഴെ വീട്ടിലല്ല, വീടിന്റെ താഴെ കുറച്ച് പറമ്പ് കിടപ്പുണ്ട്. ആ പറമ്പില് ഞാനിപ്പോ ഒരാളെ വിളിച്ചു നോക്കും. ആ ആള് വരികയാണെങ്കിൽ കൂടെ നിൽക്കണം. അല്ല, അതെ, ചിലപ്പോ വർക്ക്ഷോപ്പിൽ നിന്ന് വിളി വരാൻ വഴിയുണ്ട്. ഇല്ല. അല്ലേ, ഇനിയിപ്പോ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചാലും പോവണ്ട. മച്ചമ്മയ്ക്ക് അറിയാലോ, എന്നെ കണ്ടോണ്ടാണ് അവൻ പണിയെടുക്കുന്നത്. പിന്നെ അവനെ തുടങ്ങിട്ട് പറമ്പില് കാറ്റൊക്കെ കൊണ്ടങ്ങ് നിക്കാം.
നല്ല കാറ്റല്ലേടാ. ആ നല്ല കാറ്റാ, നല്ല കാറ്റാ. നാളെ വരുന്നുണ്ട്. അവന്റെ മോന്റെ നമ്പർ എൻ്റെ ഉണ്ടാണ്, സുനിയുടെ. അവനിടയ്ക്ക് കാണാം. ഞാൻ ആ വിളിയുമ്പോ പോകത്തില്ല. വേണ്ട വേണ്ട. ആ സുനി, ആ വീട്ടിലുണ്ടോടാ? ആ ഇന്നങ്ങ് പോയില്ലേ നീ? ആ അച്ഛൻ ആണോ? ആ പിന്നെ അതായത് ആ വീട്ടിലുണ്ടല്ലോ. ആ അപ്പം ഒരു കാര്യം ചെയ്യേ, എടാ നീ നിൽക്കണേ. ആ ആ വല്ലാത്ത പണിയായിപ്പോ. ഞാനെങ്കിൽ ഈ ശരീരം ഒന്ന് അനങ്ങ് പോ. ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഇപ്പൊ കടവായിരുന്നു ഇവിടെ വരെ നന്നായിട്ട് അനങ്ങിയാ വന്നത്. ആണോ? അതൊരു അനക്കമല്ല. പണ്ട് മുട്ടയും മുഴുങ്ങി ഒരു ഗ്ലാസ് പാലും കഴിച്ചിരുന്ന് കിടന്ന് അത് ഉറങ്ങാൻ. മുട്ടയും മുഴുങ്ങി പാലും കുടിച്ചിട്ട് പോയാ മതി. ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലെ കാര്യം നോക്കിയപ്പോ ഈ അയ്യത്തിന് കുറെ വിളിക്കട്ടെ, ഞാൻ വിളിക്കട്ടെ. അല്ല വേണ്ട, ഞാൻ ഉണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ കുറച്ച് നാളായി. പിന്നെ ഭാഗ്യം ഈ പറഞ്ഞ പൂജപ്പുരത്തന്നെ കിട്ടിയല്ലോ. സുനി ഇപ്പൊ പ്ലംബിങ് തന്നെ. അവന് അതുകൊണ്ട് കരോട്ട ക്ലാസ് ഒക്കെ തുടങ്ങി. ആ അത് ശരി, അത് നല്ല തന്നെ. ഗിരിരാജൻ വരാറില്ലേ? പിന്നെ മാമൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ വൃത്തിയാക്കാൻ പോകുന്നത് നമ്മള്. നാളെ അവിടെ നിന്ന് കന്നുകൊണ്ടുവരും മഴക്കുന്നേ. ഓ, ഇത് കുറെ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീരും. ആണോ? ഒരാളിനെ കൂടെ വിളിക്കട്ടാ? എന്തിന് മാമ? ഞാനും ഉണ്ട് കൂടെ. അതല്ലേ ഞാൻ തലയെ കെട്ടും മൺവെട്ടി എടുത്തോണ്ട് ഇറങ്ങിയത്. നിന്നെ കൊണ്ട് പറ്റും. മാമ എങ്ങനെ ചെയ്യണമെന്ന് മാമ ഒന്ന് പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി. പിന്നെ നമ്മൾ ടക്കനെ ചെയ്ത് തീർക്കത്തില്ലേ. വെള്ളം വന്നല്ലോ. വെള്ളം എവിടെ വെക്കണം? ഇവിടെയാണ് വെച്ചത്. ഇവിടെ അച്ചാറില്ലായിരുന്നു ഇവിടെ. അച്ചാറ് കൊണ്ടുവരും. ആണോ? അതെ, പണി നടക്കട്ടെ. പച്ചവെള്ളം കടുമാങ്ങി അതല്ലേ എൻ്റെ ഒരു ബാലൻസ്. പിന്നെ അങ്ങനെ ബാലൻസ് ചെയ്യണ്ട. ഇവിടെ വയ്ക്കാം. അപ്പൊ മാമ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോണേ. ഓ, ഞാൻ ഉച്ചയാകുമ്പോ വരും. ഓ, അപ്പൊ നമുക്ക് ഊണ് കഴിച്ചിട്ട് ഇവിടെ ഊണ് തയ്യാറാക്കണേ. ഓ, നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് കഴിക്കാം. ഓ. ശരിയാ പോയിട്ട്. ഓ, ശരി. മാമന്റെ കൂടെ കാണണേ. മാമന്റെ കൂടെ ഊണ് സമയം സിഗ്നൽ അടിക്കും. അപ്പൊ ഇവിടെ തുടങ്ങാം. ഇപ്പം തുടങ്ങാം. പോവാ. അമ്മ മാമ ഇത് എങ്ങോട്ട് പോന്നത്? റൊണാൾഡോ കൂടെ ഉണ്ടാവണം. ഓ ഇവിടെ ഉണ്ടേ. എന്തെങ്കിലും വിളിക്കണേ. ഓ നല്ല കാടുണ്ട്. തുടങ്ങിയോ? അമ്മ വിളിച്ചോ അമ്മി? ഇല്ല. ക്ലീറ്റോ ചേട്ടൻ പോകേണ്ട സ്ഥലത്ത് എന്തിനാ ചേച്ചിയും കൂടെ കയറിപ്പോയത്? അത് ഈ തക്കുടും കൂടെ ഇല്ലാതെ അവർക്ക് സമയം കിട്ടൂലല്ലോ. അപ്പൊ ഇന്നാകുമ്പോ അവർ രണ്ടുപേരും മാത്രമല്ലോ. വല്ലപ്പോഴും അങ്ങനെയൊക്കെ പോട്ട്. എന്റെ അമ്മ മധുവിധ ആഘോഷിക്കാൻ പോയതാണോ? ആയാ മമ്മീന് മുട്ടയും കൂടെ കഴിഞ്ഞാൽ ഫുൾ ആയോ? ഇല്ലടി, എന്തൊക്കെ ചോറ് വാർക്കാൻ പോണേ ഉള്ളു. അല്ല എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്നലത്തെ മീൻകറി ഉണ്ട്, ആ പിന്നെ മുട്ട വറുത്തത്, തീയല്, സാമ്പാർ. ഇതാണോ തീയല്ലോ? ആ മാമനൊരു പാവം പിടിച്ച ആളാണ്. പക്ഷെ അടിപൊളി സാധനം. ഇനി കുറച്ചുകൂടെ വേണ്ടേ? മുട്ട വീണ്ടും പൊട്ടിക്കണ്ടേ ഇപ്പൊ? എത്ര അതെയാ നിനക്ക് വേണം? ആ ഇനി എന്താ വെള്ളം വേണോ? അല്ല, ചോറ് വേണം. ചോറൊന്നും ആയില്ല, പോകുന്ന സമയമായില്ലല്ലോ ഇനി. അല്ല, ഉച്ചവരെയുള്ള പണി ചെയ്ത് തീർത്തു. ഫുള്ള് കഴിഞ്ഞവിടെ? ഉച്ച വരെയുള്ള അത് തീർന്നു. മാമനെന്തേ? ഗംഗാരം മാമൻ ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിക്കാൻ പോയാ? ഞാൻ ഇവിടുന്ന് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ, പിന്നെ പുള്ളി എന്തോ ഹോമിയോ ഗുളിക കഴിക്കും ഊണ് കഴിച്ചിട്ട്. അപ്പൊ അത് എടുക്കാൻ മറന്നുപോയി. രാവിലെ അത് പറഞ്ഞില്ലല്ലോ. അല്ല, അത് അവിടെ വെച്ചപ്പോഴാ പറഞ്ഞ എടുക്കാൻ മറന്നുപോയി. അപ്പൊ വീട്ടിൽ പോണെന്ന്. അതിന് ഇവിടെ ചോറായിട്ടില്ല, അവിടെ നിക്ക്. അല്ല, ഉള്ളത് മതി. ഉള്ളത് മതി എന്ന് പറഞ്ഞ ചോറ് വാർക്കാൻ പോണതേ ഉള്ളു. കുഴപ്പമില്ല, ഇനി വാർക്കാനും വാർപ്പിളക്കാനൊന്നും നിക്കണ്ട. അപ്പൊ ഓംലെറ്റ് മതി. ഓംലെറ്റ് എന്ത് ചെയ്യലും അതും തീരും മതി. അത് മതി മതി. ഓംലെറ്റ് ഞാൻ മാമന് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ അത് കഴിച്ചില്ലെങ്കിൽ കൊച്ചിന് കൊടുക്കാനൊക്കെ. എനിക്ക് കുടങ്ങാളെ പോണം. പിന്നെ റോസ്മേരി വിളിച്ചിട്ട് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. എന്തൊരാവശ്യം. അത്യാവശ്യം. അതെന്താ ബാക്കി പണിയോ? ബാക്കി പണി എന്ന് പറഞ്ഞാൽ ഏകദേശം പണി തീർത്തു. ഇനി അതെല്ലാം ഒന്ന് വെട്ടിക്കോത്ത് മറ്റേ കുറെ കരിയിലേക്ക് ഉണ്ട്. അതോട് കൂട്ടിയിട്ട് കത്തിക്കുക. അത് മാമതി. എടു
കേട്ടിട്ടെന്ന് പറഞ്ഞത് ആവണ്ടേ? അല്ല ആയാലോ, വൺ സൈഡ് ആയാലും മതി, കുഴപ്പമില്ല. ഈ വെപ്രാളപ്പെട്ട അവിടെ പോയി ഇരിക്കണം. അല്ലേ എത്ര വണ്ടിയുടെ പോണത്? 2:30 ബസ്, അതാകുമ്പോ പഠിക്കൽ ഇറങ്ങാമല്ലോ. അല്ല വേറെ 2 വണ്ടി കാരണം. അപ്പൊ ഇന്ന് വരത്തില്ലേ നീ? അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ചിലപ്പം വരാൻ പറ്റാത്ത അവസ്ഥയാവും. അതാ പ്ലേറ്റ് എടുക്കും. പ്രശ്നമുണ്ടോ? പ്രശ്നം കാണുമല്ലോ, അതായിരിക്കുമല്ലോ വിളിക്കുന്നത്. കഴിവ് ഞാൻ എത്ര നാളായിട്ട് പറയും ഇതിന്റെ ഇതൊന്ന് ശരിയാക്കി തരണേ അച്ചാന്ന്. അത് ഇതുകൊണ്ട് എക്സ്ചേഞ്ച് അത് മേടിക്കാം. മതി, കൂടുതൽ കഴിവണ്ട. ഞാൻ കൈ കഴിവിട്ടുണ്ടല്ലോ, അത് മതി. മുട്ടായി വേണ്ടേ? ആവണ്ടേ? 2:30 ബസ് അറിയാമല്ലോ. അല്ല എത്ര രൂപ വണ്ടിക്കൂലി അവിടെ ചെന്ന് എനിക്ക് കൊണ്ടുവരാം. ഇവിടെ കഴിച്ചാ ഇത്ര മതിയാ? അത് തിരിച്ചിട്ട് അപ്പൊ ഷൂ വെക്കും. തിരിച്ചിടാനായിട്ട് ഇപ്പൊ ഇത് പൊട്ടു ആയിട്ടില്ല. അച്ഛമ്മ ഇപ്പഴങ്ങനെ വരുമോ? വരുമല്ലോ, ഊണ് കഴിക്കാൻ വരും. എന്നാ ഏട്ടനെ കൂടെ കണ്ടിട്ട് പോവും. അല്ല ചിക്കി തരട്ടെ? എന്നാലും മതി, കണ്ടാ പോക്കടക്കത്തില്ല. അയ്യോ മതി. ഇതിങ്ങനെ ധൃതി പിടിച്ച എന്ത് ചെയ്യൂന്ന് പറ. അത് റോസ്മേരി പെട്ടെന്ന് ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ പിന്നെ അറിയാമല്ലോ, പ്രശ്നമാണല്ലോ. എന്തെങ്കിലും കാണും. അതാ അത്. എന്നാ പിന്നെ അവിടെ ചെന്ന് തയ്ച്ചാ പോരായിരുന്നു. അല്ല അങ്ങോട്ട് ഒത്തിരി സമയം ഇരിക്കണമല്ലോ. അങ്ങനെ ഷുഗർ താഴും. അതിങ്ങനെ തട്ട് കുഴപ്പമില്ല. 2 മിനിറ്റും കൂടെ എന്ത് ക്ഷമിക്ക്. പച്ചമുട്ട കഴിക്കുന്നില്ലേ, അതിനെന്തോ പോണ്ടേ ലില്ലിമോളെ ബസ്സിനകത്ത്. ഒറ്റ ബസ് കുറങ്ങാവളെ. ഉപ്പ് പോലും ഉണ്ടാന്നറിയാൻ പാടില്ല. പിന്നെ ഈ മാമൻ്റെ കയ്യിൽ കണ്ണമ്മച്ചിയുടെ നമ്പറുണ്ടോ? ഉണ്ടായിരിക്കുമല്ലോ. അയ്യോ അല്ല ആയാ മമ്മി ഇത് കുഴപ്പമില്ല. തീയല് വേണോ? തീയല്ലോ അടുത്ത് നീ ഇരിക്കുന്ന കഴിക്ക്. എന്തിനാ നിന്ന് കഴിക്കണേ? എഴുന്നേൽക്കാനുള്ള സമയമില്ല. ഉപ്പുണ്ടോ? കൊള്ളാം, ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ആ മാമനോട് പണ്ടേ പണിക്കൊക്കെ വരുന്നതാണോ? പിന്നെ വരുന്നതല്ലേ, അതുകൊണ്ടല്ലേ വിളിച്ചത്. കനകമ്മച്ചമ്മേട്ട് എങ്ങനെ നല്ല സ്നേഹമാണോ? പിന്നെ അല്ലെങ്കിൽ പിന്നെ മാവെന്നൊക്കെ വിളിക്കൂ. മാമന്റെ മോൻ കരാട്ട മാസ്റ്ററാണോ? ഗംഗാധരൻ അങ്ങനെ കഴിക്കാതെ പോയെങ്കിൽ അവന്റെ വീട്ടിൽ എന്തോന്നാ സ്പെഷ്യലായിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ കഴിച്ചിട്ടേ പോകത്തു. ശരിയാ. അല്ലടാ, നിന്റെ അച്ഛന്റെ കാലം മുതലേ ഇവിടെ പണിക്ക് വരുന്നല്ലേ, നമുക്ക് അറിഞ്ഞൂടെ? മാമ അന്യല്ലോ. അങ്ങനെ അവിടെ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ? ഇതിപ്പോ ഇവിടെ ഉണ്ടാക്കി വെച്ചതല്ലേ. വയസ്സായാളല്ലേടി, നമ്മളെപ്പോലുള്ള അങ്ങനെ പറഞ്ഞിട്ട് പോണെന്നൊക്കെ ചിലപ്പോ ചിന്തിച്ച് കാണൂല. ജോലി ചെയ്ത് തളർന്നപ്പോ അങ്ങ് പോയി. അവൻ എന്താ പോകുന്നത് എന്താണെന്നറിയാൻ പറ്റില്ല. ധൃതി പിടിച്ച് വന്നിട്ട് പറഞ്ഞ് റോസ്റ്റ് ചേച്ചി വിളിച്ച് കൊടുങ്ങ അവിടെ വരെ പോകണമെന്നും പറഞ്ഞു പോയി. 2 ആളുടെ പണിയുള്ളതാ. മാമനെ കൂടെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. പണി തീർന്നില്ല. പ്രശ്നം അറിയാമോ? ഞാൻ രാവിലെ അമ്മാവൻ വാഴ കന്നിട്ട് വരും. എവിടെ എടുത്ത് നടാനാ? അങ്ങനെ എന്തോ അത്യാവശ്യമായിട്ട് പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകില്ലല്ലോ. ഇപ്പം എന്തായാലും നാളെ ലീവ് എടുക്കേണ്ടി വരും. അല്ല മാർഗമല്ല. ഇരുന്നിരുന്ന് കുറച്ച് വാഴക്കൊന്നും കൊണ്ട് കൊടുത്തിരുന്നതാണ്. അതിന് വേണ്ടി ചാട്ട ഇനി കാണാം. സാറേ, കന സാറേ, മാമൻ എന്താ ഊണ് കഴിക്കാതെ പോയത്? ഞാനിവിടെ ചോറും കറിയൊക്കെ റെഡിയാക്കിയതല്ലേ. സാറല്ലേ ചേച്ചി? ഉണ്ട്. ഒന്ന് വിളിക്കാവോ? ഏട്ടാ, ഏട്ടാ വന്നേ. അല്ല, ഗംഗാധരൻ എന്തെങ്കിലും കഴിക്കാതെ ഇറങ്ങി പൊക്കളഞ്ഞത് എന്തു പറ്റി അമ്മ? ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞല്ലായിരുന്നോ? കഴിക്കാതെ പോയല്ലോ. എന്തു പറ്റി? ഊണ് ഞങ്ങളെ വീട്ടിലുണ്ട് സാറേ. എന്തു പറ്റി തന്നെ? കാര്യം പറ. ഞാനേ മാമനെ പണി ഏൽപ്പിച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. വന്നപ്പോൾ പറയുന്നു മാമൻ കഴിക്കാതെ പോയെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്താ സാറിന് അറിയാലോ, അച്ഛനെ ഞങ്ങളങ്ങനെ പുറത്തൊന്നും പണിക്ക് വിടാറില്ല. പിന്നെ ഇവിടുത്തെ മുത്തുരാമൻ മാമനും അച്ഛനായിട്ടുള്ള ബന്ധം കൊണ്ടാണ്, പിന്നെ സാറും ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിട്ടത്. സാറെ ബഹുമാനിക്കണ്ട, അപമാനിക്കായിരുന്നു ഇവിടെ. സുനി കാര്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്തുറ്റി അമ്മ? അച്ഛാ പറയാ. മോനെ അത് ഒന്ന് ചൂടായിട്ട് നില്ലേ. ഊണിന് മുമ്പ് ഇത് മുക്കാലും തീർക്കണം. ഊണിന് മുമ്പ് നമുക്ക് മൊത്തം തീർക്കാം. മാമനത് നോക്കി കണ്ടി ചെയ് കേട്ടാ.
ഞാനിതെല്ലാം ഇന്ന് തന്നെ എല്ലാം തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഗോപനോട് പറഞ്ഞതാണ്. മാമ ആ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കാം. മാമന് ശരിക്കും പറഞ്ഞ ഒറ്റയ്ക്ക് തീർക്കാനുള്ള പണിയല്ലേ ഉള്ളത്. നിനക്ക് വൈകി പിന്നെ നീ എന്തിനു കയറി ഏറ്റത്? ഞാൻ വേറൊരാളിനെ വിളിക്കില്ലായിരുന്നാ? എന്റെ മാമൻ ഒറ്റയ്ക്ക് തീർക്കാനുള്ള പണിയല്ലേ. മാമ അറിഞ്ഞങ്ങ് ചെയ്യുമല്ലോ. നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ നീ പിന്നെ എന്തിന് പണിക്ക് വന്നത്? നീ പണിക്ക് വന്ന പണി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വേറെ വല്ലവരും വിളിക്കില്ലായിരുന്ന. പണി ചെയ്യണം എന്തൊരു വർത്താനം അത്? എന്നാ മാമ, ആ ഞാനിവിടെ കൂലിപ്പണിക്ക് വന്ന ആളല്ല. ആ ഞാൻ ഈ വസ്തുവിന്റെ ഓണറാണ്, മനസ്സിലായേ? അതുകൊണ്ട് സംസാരിക്കുമ്പോ ആ രീതി സംസാരിക്കണം. നിങ്ങൾ പൂലാ കൂടായ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോ പറഞ്ഞ ഞാൻ ഇപ്പൊ പറമ്പിൽ കിടന്ന് കാണിക്കുന്നത്. അല്ല, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഒരു ഉടായിപ്പായണെന്ന്. പരിപാടി പന്നവർത്താനം പറയരുത് കേട്ടാ. നിങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല, നീ കയറി ഏക്കരുതായിരുന്നു. ഉടായ്പ പരിപാടി ഈ പറമ്പിൽ നിന്ന് കാണിക്കല്ലേ കേട്ടാ. എന്തർത്ഥത്തിലാണ് നീ പറഞ്ഞ? നീ എന്താ അർത്ഥത്തിൽ പറഞ്ഞത്? നീ അത് പറഞ്ഞിട്ട് പോയാ മതി. പറടാ, എന്താ അർത്ഥത്തിലടാ നീ പറഞ്ഞ ഉടായിപ്പെന്ന്? ഞാൻ മുത്തുരാമൻ ചേട്ടന്റെ കീഴില് ഇന്നും ഇന്നലെയൊന്നും അല്ല പണിക്ക് വന്നിട്ടുള്ളത്, മനസ്സിലായില്ലേ? ഞാൻ പണി ഏറ്റെടുത്ത നീറ്റായിട്ട് ചെയ്യും. പണി നിങ്ങൾ ചെയ്യത്തില്ല. പിന്നെ നീ നീ എന്നെ പിടിച്ച് തള്ളിയല്ലടാ. നീ എന്റെ മോനെ പറ്റി കേട്ടിട്ടുണ്ടാടാ? എടാ, നിനക്ക് ഞാൻ പണി തരും. അവൻ കരോട്ടക്കാരനാണ്, അവൻ നിനക്ക് പണി തരും, മനസ്സിലായോടാ? സാറേ, പുള്ളിയില്ലേ? ഒന്ന് വിളിക്കാവോ? അവൻ പുറത്ത് കയറിയ അവൻ ഉച്ചയ്ക്ക് പോയപ്പോഴേ നമ്മൾ സ്ഥലത്ത് പണിയിപ്പിച്ചാണ്. സുനി ഞങ്ങളെ കൊച്ചുനാളിലെ കാണുന്ന ആളാ വെങ്ങാരം മാമ. മാമ, ഈ അവൻ കാരണം മാമൻ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സോറി പറയാം. മാമ ഒന്ന് മനസ്സ് വെച്ചേക്കണ്ട. കനക, നീ എനിക്ക് എൻ്റെ മോനെ പോലെയാണ്, പക്ഷേ ഇതെനിക്ക് വലിയ വിഷമം ഉണ്ടായിപ്പോയി. ഈ പെട്ടെന്നുള്ള ദേഷ്യത്തില് പുള്ളി അങ്ങനെ പെരുമാറിയായിരിക്കും. മാമ ഒന്നും വിചാരിക്കണ്ട. നീ ഫോണിങ്ങെടുത്ത എൻ്റെ ഫോണിങ്ങെടുത്ത്. നീ എവിടെടാ? നീ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? ഞങ്ങൾ അച്ഛനെ പോലെ കാണുന്ന ഒരാളാ. നീ ഒന്നും പറയണ്ട, തോന്നിയ ദിവസം കാണിച്ചാ മതി. റൊണാൾഡോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ മാമനെ കണ്ട് മാപ്പ് പറഞ്ഞല്ലാതെ ഈ വീടിന്റെ പടി എവിടരുത്. പറയുന്നത് ഞാനാണ്, അറിയാലോ നിനക്ക്. ആ മാമ ഒന്ന് മനസ്സ് വെച്ചേക്കിട്ടെ. അറിയാലോ മാമന് അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളല്ലേ. മാമനൊരു വിഷമം വന്നാൽ അത് ഞങ്ങളുടെയും വിഷമമാണ്. അവൻ വരും, മാമനെ കാണും, മാപ്പും പറയും, സമാനായിട്ട് പോണം. ശരി ശരി സാറേ. വാച്ച, നീ പൊയ്ക്കോ, എനിക്ക് ഏറ്റെടുത്ത പണി പൂർത്തിയാക്കണം. എനിക്ക് മുത്തുരാമണ്ണൻ്റെയും ഈ ചേച്ചിയുടെയും മുഖം നോക്കണം. നമുക്കൊരു വിഷമം. Aliens.